ഒട്ടനവധി സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ച് ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുള്ള ജോഡിയാണ് ജയനും ജയഭാരതിയും. എന്നാൽ അധികം ആർക്കും അറിയാത്ത ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട്. ജയഭാരതിയുടെ അമ്മയുടെ സഹോദരന്റെ മകനായിരുന്നു ജയൻ. നടി ജയഭാരതിയുടെ വാക്കുകൾ: എൻ്റെ അമ്മയുടെ സഹോദരന്റെ മകനായിരുന്നു ജയൻ. അറിഞ്ഞോ അറിയാതെയോ ഒരിക്കലും ജയേട്ട എന്ന് ഞാൻ വിളിച്ചിട്ടില്ല. അദ്ദേഹം എനിക്ക് ബേബി അണ്ണനായിരുന്നു. വളരെ ചെറുപ്പത്തിലെ ഞാനും ബേബി അണ്ണനുമൊക്കെ ജീവിതത്തിൻ്റെ 2 മേഖലകളിലേക്ക് കടന്നുപോയവരാണ്. ഞാൻ സിനിമയിലേക്കും ബേബി അണ്ണൻ ഇന്ത്യൻ നേവിയിലേക്കും. ജീവിത പ്രയാസങ്ങൾ തന്നെയായിരുന്നു ഞങ്ങളെ ചെറുപ്പത്തിൽ തന്നെ വ്യത്യസ്ത തൊഴിൽ മേഖലകളിലേക്ക് എത്തിച്ചത്. കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളതിൽ പിന്നെ സിനിമയിൽ വന്ന ശേഷമാണ് ബേബി അണ്ണനുമായി വളരെ അടുപ്പമുണ്ടാകുന്നത്. നേവിയിലെ ഉദ്യോഗം രാജിവെച്ച് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായി എത്തിയ അണ്ണന് തുടക്കകാലത്ത് ചില ചെറിയ സഹായങ്ങൾ ഞാനും ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ അതൊന്നുമായിരുന്നില്ല ബേബി അണ്ണൻ്റെ വിജയത്തിന് പിറകിൽ. കൃത്യനിഷ്ഠ, കഠിനാധ്വാനം, വിനയം ഇതൊക്കെയായിരുന്നു അണ്ണനെ പെട്ടെന്ന് വലിയവനാക്കിയത്. അഭിനയ താല്പര്യം സ്കൂൾ പഠനകാലത്തെ അദ്ദേഹത്തിലുണ്ടായിരുന്നുവെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേവിയിൽ ജോലി ചെയ്യുമ്പോഴും നാടകങ്ങളിൽ അഭിനയിച്ച കഥകളൊക്കെ വലിയ ആവേശത്തോടെ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കുന്ന വേളയിൽ അണ്ണൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ പഠനകാലത്തും നേവി ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴുമൊക്കെയുള്ള അണ്ണൻ്റെ സാഹസ പ്രവൃത്തികൾ മറ്റു പലരിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത്. പിൽക്കാലത്ത് സിനിമയിൽ കാണിച്ച സാഹസങ്ങൾ വലിയൊരളവിൽ യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടായിരുന്നു. സിനിമയിൽ വന്നപ്പോൾ അഭിനയത്തിലായി ആ സാഹസികത. സിനിമയിൽ തൻ്റേതായൊരു സാമ്രാജ്യം കെട്ടിപ്പൊക്കാൻ വലിയ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ബേബി അണ്ണൻ. വളരെ ചെറിയ വേഷങ്ങൾക്ക് പോലും ഒരു മിഴിവ് നൽകാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. നസീർ സാറിൻ്റെ പാതയിലൂടെയായിരുന്നു അണ്ണനും സഞ്ചരിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെല്ലാം ബേബി അണ്ണനിലും ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള സഹോദരതുല്യമായ അടുപ്പം അണ്ണൻ്റെ അഭിനയ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ഒരു കുറുക്കു വഴികളും അദ്ദേഹം തേടിയില്ല. തൻ്റെ കഴിവിലുള്ള ഉറച്ച വിശ്വാസവും പ്രയത്നിക്കാനുള്ള വലിയ മനസ്സുമായിരുന്നു അണ്ണൻ്റെ കൈമുതൽ. അഭിനയത്തോടൊപ്പം പൊന്നുപോലെ സൂക്ഷിച്ച തൻ്റെ ശരീരവും സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ശബ്ദവും ശരീരവും അഭിനയത്തിൻ്റെ ഗാംഭീര്യവും സാഹസികതയും എല്ലാം സമന്വയിച്ചതായിരുന്നു ബേബി അണ്ണനിലെ നടൻ. പക്ഷേ ആ നടനത്തിൻ്റെ പല മുഖങ്ങൾ കാണാൻ നമ്മൾക്ക് ഭാഗ്യമില്ലാതെ പോയി. സിനിമാ നടനെന്ന നിലയിൽ അണ്ണനുണ്ടായ പേരും പ്രശസ്തിയും ഒക്കെ നസീർ സാറിനെ വരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഓരോ സിനിമയുടെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴും ഞങ്ങൾ പറഞ്ഞു, അടുത്ത വർഷത്തോടെ മലയാള സിനിമ മറ്റൊരു തലത്തിലേക്ക് മാറിവരും. തമിഴിലും തെലുങ്കിലും ബോളിവുഡിലുമൊക്കെയുള്ള ചിത്രങ്ങളുടെ രീതിയിലേക്ക് മലയാള സിനിമയുടെ ട്രെൻഡ് മാറിവരും. അത്ഭുതപ്പെടുത്തുന്ന ആക്ഷൻ സിനിമകളുടെ കാലമായിരുന്നു അത്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷം. ഹരിഹരൻ സാറിൻ്റെ പഞ്ചമി മുതൽ വേണു സാറിൻ്റെ അറിയപ്പെടാത്ത രഹസ്യം വരെ 50ലേറെ ചിത്രങ്ങളിൽ ഞാൻ ബേബി അണ്ണനോടൊപ്പം അഭിനയിച്ചു. നടൻ എന്ന നിലയിൽ തന്നിൽ നിന്നും സംവിധായകൻ പ്രതീക്ഷിക്കുന്നത് കിട്ടുന്നുണ്ടോ എന്ന് അണ്ണൻ ഓരോ സീനെടുക്കുമ്പോഴും ചോദിച്ചുകൊണ്ടേയിരുന്നു. ആക്ഷൻ സിനിമകളിലെ കോരിത്തെരിപ്പിക്കുന്ന സാഹസിക രംഗങ്ങൾ കാണുമ്പോൾ പലരും അല്പം വിഷമത്തോടെ ചോദിച്ചിട്ടുണ്ട്, ജീവൻ പണയം വെച്ചുള്ള ഈ കളി വേണോ? പക്ഷേ ജയൻ എന്ന ആ പെർഫെക്ഷനിസ്റ്റിന് അത് വേണമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംതൃപ്തി. തോപ്പിൽ ഭാസി സാറിൻ്റെ മോചനം ഞങ്ങൾ ഒന്നിച്ച വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു. അന്നത്തെ ഇമേജ് വെച്ച് ആ സിനിമ വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ഉണ്ടായില്ല. ചർച്ച ചെയ്തതെല്ലാം ജയൻ എന്ന നടൻ്റെ സാഹസികത നിറഞ്ഞ കഥാപാത്രങ്ങളായിരുന്നു. പുതിയ വെളിച്ചവും കരിപുരണ്ട ജീവിതങ്ങളും ചന്ദ്രഹാസവുമൊക്കെ ബേബി അണ്ണൻ്റെ സാഹസികത നിറഞ്ഞ വേഷങ്ങളായിരുന്നു. ബേബി അണ്ണനും ഞാനും നായികാനായകന്മാരായ അറിയപ്പെടാത്ത രഹസ്യവും അഗ്നിസ്വരവും ആക്രമണവും അണ്ണനില്ലാതെ പൂർത്തീകരിക്കേണ്ടി വന്നു. അതിൻ്റെ പോരായ്മകളെല്ലാം ആ സിനിമയിൽ ഉടനീളമുണ്ടായിരുന്നു. ജയന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലെന്ന് പറയാതെ പറയും പോലെയായിരുന്നു അത്. തലമുറ വ്യത്യാസമില്ലാതെ മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റുന്ന താരമാണ് ജയൻ. ഇന്നും നടൻ്റെ ചിത്രങ്ങൾ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചാ വിഷയമാണ്. ശക്തമായ കഥാപാത്രങ്ങൾക്കാണ് ജയൻ ജീവൻ നൽകിയത്. അതിനാൽ ഇന്നും നടൻ്റെ സിനിമകൾ ജനങ്ങളെ പിടിച്ചിരുത്തുന്നുണ്ട്. സിനിമയുടെ ജനറേഷൻ മാറിയിട്ടും ഇന്നും പ്രേക്ഷകർക്ക് ജയനും അദ്ദേഹത്തിൻ്റെ സിനിമകളും പ്രിയപ്പെട്ടതാണ്. മലയാള സിനിമയുടെ നികത്താനാവാത്ത നഷ്ടങ്ങളിൽ ഒന്നാണ് ജയൻ.